മുടിയൊക്കെ കൊടുത്ത ആളുകളെ അത് മഞ്ഞക്കൂവ എന്ന് പറഞ്ഞ അത് വേറൊരു രസം. നേരത്തെ ഉണ്ടായിരുന്ന സൈസ് കസ്തൂരി മഞ്ഞളാണ് ഈ മഞ്ഞക്കൂവ. അല്ലെങ്കിൽ അതിന് ഇലയ്ക്ക് നടുക്കൂടെ വരയുണ്ട്. അതിവിടെ ഉണ്ട്. അപ്പോൾ ഈ കസ്തൂരിയിൽ തന്നെ 4 ഇനം വെറൈറ്റി ഉണ്ട്. ചുവന്ന കസ്തൂരി മഞ്ഞളുണ്ട്, വെള്ള കസ്തൂരി മഞ്ഞളുണ്ട്, മഞ്ഞ കസ്തൂരി മഞ്ഞളുണ്ട്, കാട്ടു കസ്തൂരി മഞ്ഞളുണ്ട്. അപ്പൊ ആ കസ്തൂരി മഞ്ഞളിൽ ഏറ്റവും നല്ലതും നേരിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതും ഫലപ്രദവുമായിട്ടുള്ള മഞ്ഞളാണ് വെള്ള കസ്തൂരി. ഇനി അടുത്ത് നമ്മള് മഞ്ഞ കസ്തൂരിയാണ് മഞ്ഞക്കൂ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ അത് നേരിട്ട് ഉപയോഗിക്കാൻ പറ്റത്തില്ല. നേരിട്ട് ഉപയോഗിച്ചാൽ മുഖം പൊള്ളി പോകും. നേരിട്ട് ഉപയോഗിച്ചാൽ മുഖം പൊള്ളി പോകും. അത്രയ്ക്ക് ഉണ്ട്. അപ്പൊ അങ്ങനെ നേരിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഇത് മാത്രമേ ഉള്ളൂ. ഇത് കൊച്ചുകുട്ടികൾ മുതൽ പ്രായം ചെന്നവർക്ക് വരെ വെള്ള കസ്തൂരി മഞ്ഞൾ നേരിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സാറ് പറഞ്ഞ തീർച്ചയായിട്ടും മഞ്ഞ കസ്തൂരിയിലേക്ക്. അപ്പൊ സാറ് പറഞ്ഞ മഞ്ഞ കസ്തൂരി എന്ന് പറയുന്നത് ഇതാണ്. ഇതിന് നടുക്കൂടെ വരയുണ്ട്. ഇത് ഫുള്ള് വരെയുണ്ട്. അതുപോലെ ഇതിന് വെൽവെറ്റ് ഫീലിംഗ് ഇല്ല. ഓ ശരിയാ, വെൽവെറ്റ് ഫീലിംഗ് ഇല്ല.